ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഏലാഞ്ചി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ആവശ്യത്തിന് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അത്യാവശ്യം കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ശേഷം നമ്മൾ നല്ല രീതിയിൽ അത് പരത്തിയെടുക്കണം. ഇനി അതിലേക്ക് ഫില്ല് ചെയ്യേണ്ട കൂട്ട് റെഡിയാക്കാം. ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴം, തേങ്ങ, ശർക്കര ഇവ ചേർത്ത് കൊടുക്കുക. പൊതുവേ ഏലാഞ്ചിയിൽ പഞ്ചസാരയാണ് ആൾക്കാർ ചേർത്തിട്ട് കാണാറുള്ളത്. പക്ഷെ നമുക്ക് വെല്ലമാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ ഏലക്കായും പൊതുവേ ആൾക്കാർ ചേർത്ത് കാണാറുണ്ട്. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ പൊതുവേ ചേർക്കാറില്ല. ഇനി നമ്മൾ ഈ കൂട്ടെടുത്തിട്ട് ഈ ദോശക്കുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി ഇത് നമ്മൾ പാനിൽ വെച്ചൊന്ന് ചൂടാക്കുകയാണെങ്കിൽ ആ വെല്ലം ഒന്ന് കുറച്ചുകൂടെ മെൽട്ടാവും. അത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ അല്ലാതെയും കഴിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടിപൊളി നമ്മുടെ ടേസ്റ്റി ഏലാഞ്ചി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.